കോശി പ്രൊവിൻസിലെ സോളുകുമ്പു ജില്ലയിലെ സാഗർമാത നാഷണൽ പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. തൊട്ടിപ്പുറത്തൊരു പീക്ക് കണ്ടോ, അതാണ് മൗണ്ട് തമ്പോച്ച എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഹിമാലയത്തിന്റെ കാഴ്ച കാണുന്നുണ്ട്. അത് ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് അറിയത്തില്ല. മുകളിലൂടെ ഹെലികോപ്റ്ററും വിമാനമൊക്കെ പോകുന്നുണ്ട്. ഹലോ, നമസ്തേ. ഇവിടുത്തെ ഒരു അമ്മയാണ് കേട്ടോ, ആരോഗ്യം കണ്ടു കൊടുത്ത ജനങ്ങളുടെ. ഹിമാലയത്തിലെ ഷേർപ്പമാരാണ് കേട്ടോ. ഹായ്, പാവ അമ്മ കേട്ടോ. നമ്മളൊക്കെ എല്ലാ ആൾക്കാരെ പോലെയായിട്ട് ഇവർ കാണുന്നത്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയാണ് ആരംഭിക്കുന്നത്. ബേസ് ക്യാമ്പ് വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് മാസം ഡിസംബറാണ്. ജനുവരി മാസത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ സോളുകുമ്പ് ജില്ലയിലെ ചൗബാസ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. സഞ്ചാരികളൊക്കെ തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഞാൻ ഹിമാലയത്തിലേക്ക് യാത്രകൾ ചെയ്യുന്നത്. നല്ല തണുപ്പാണ്. രാവിലെ വെയിൽ വന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. നേപ്പാളിലെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് സോളുകുമ്പ് ജില്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സായ സല്ലേരിൽ നിന്നും 2 ദിവസം കാൽനടയായാണ് ഞാനിവിടെ എത്തിയത്. ഒരു ദിവസം 9 മണിക്കൂറോളമാണ് നടത്തം. ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടാവും. ഇതിറാവോ, ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നുണ്ട്. നമുക്ക് പുള്ളിക്കാരനെ വിളിക്കാം. ആവോ മേരെ സാത്ത് ആവോ. अजूर का नाम बोलिए. सोनम. फुल नेम സോനം ജംഗ്ബു. ഷെർപ്പ. സോനം ജംഗ്ബു ഷെർപ്പ. ഇവിടെ ജീവിക്കുന്നത് മൊത്തം ഷെർപ്പ കാസ്റ്റിലുള്ള ആൾക്കാരാണ്. സ്ട്രോങ് മാൻ, യാ സ്ട്രോങ് മാൻ ഇൻ ദ വേൾഡ്. आप तभी इधर ही काम करते हैं ഹോട്ടൽ മേ. അച്ഛാ, നല്ല ജനങ്ങളാണ്. പക്ഷെ ഭക്ഷ്യവിളകൾക്കൊക്കെ, ഭക്ഷ്യ സാധനങ്ങൾക്ക് നല്ല പൈസയാണ് കേട്ടോ. ടീക്കേ, ധന്യവാദ്. ഒരു ചായക്കായാലും ദാൽ ചാവൽ കഴിക്കാനായാലും നല്ല പൈസ കൊടുക്കണം. ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല മനുഷ്യർ തന്നെയാണ്. പക്ഷേ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും നടന്നു പോകുന്ന ആൾക്കാർ സാധനങ്ങൾ ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളിലേക്കും സപ്ലൈ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഓർഗാനിക് സാധനങ്ങൾ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രേനെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര എന്ന് വിശേഷിപ്പിക്കുക. എത്ര എപ്പിസോഡുകളാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഗ്രാമങ്ങളിലേക്ക് മെല്ലനെ മെല്ലനെ നടന്നു പോകാം. സുഹൃത്തുക്കളെ, കുറച്ചുകൂടി നടന്നു വന്നപ്പോൾ ഒരു നല്ലൊരു ഹിമാലയത്തിൻ്റെ കാഴ്ച കാണുന്നുണ്ട്. അത് ഏത് ഹിമാലയത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയത്തില്ല. മുകളിലൂടെ ഹെലികോപ്റ്ററും വിമാനമൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കാഠ്മണ്ഡുവിൽ നിന്നും പൊക്കറിൽ നിന്നും ഡയറക്റ്റ് വിമാനത്തിൽ ഹെലികോപ്റ്ററിലൊക്കെ വരാം കേട്ടോ. ലൂക്ല എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും എല്ലാ സഞ്ചാരികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അപകടമാണെന്ന് അറിഞ്ഞിട്ടും ലക്ഷങ്ങൾ കൊടുത്തവർ ഹിമാലയത്തിന് മുകളിലൂടെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നില്ലേ, അതും യാത്രകളാണ്. അവർ 4-5 ദിവസം കൊണ്ട് തീർക്കുന്ന യാത്ര എനിക്ക് 1 മാസം 1.5 മാസം വേണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും സന്തോഷിക്കുന്നു, അവരും സന്തോഷിക്കുന്നു കേട്ടോ. അതാണ് യാത്രകൾ. നല്ല തണുപ്പുണ്ട്. ചെവിയിൽ പാട്ട് കേട്ടോണ്ടാണ് പോകുന്നത്. തണുപ്പ് ചെവിയിൽ അടിച്ചാലല്ലേ നല്ല പണിയാണ് കേട്ടോ. കാരണം ആൾട്ടിറ്റ്യൂഡുള്ളൊരു സ്ഥലമാണ്. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. अजूर, नमस्ते. अजूर का नाम क्या है? गौड़ा दाई शेरपा. ओके. अब आज कहाँ जाना है? ओह, पैदल जाना है. बहुत भारी है भैया. ഇവിടെ ഒന്ന് പരിചയപ്പെട്ട ഒരാളാണ് കേട്ടോ. मेरे का नाम चित्रन. इंडिया में केरला वाटा. ठीक, आराम से जाओ. നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഇത്രയും ഭാരെടുത്ത് വന്നില്ലല്ലേ. ഇവിടുത്തെ ആൾക്കാർ ഷെർപ്പ എന്നറിയപ്പെടും കേട്ടോ. ഹിമാലയം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്ന ഇവരെപ്പോലുള്ള ജനങ്ങളാണ്. കേരള കാ ഭാഷ മലയാളം പോലത്തെ. ठीक है, बाय. അയ്യോ,
അജൂർ അജൂർ കുറച്ച് ഓക്കെ കുറച്ച് ഭാഷയൊക്കെ അറിയുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ. നേപ്പാളിയൊക്കെ നല്ല മനുഷ്യൻ, ഹിമാലയത്തിലെ സ്വർഗത്തിലൂടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കേട്ടോ. അവർക്കത് എത്ര സിമ്പിളായിട്ടാണ് അവരെടുത്തിട്ട് പോകുന്ന നോക്കി. അയ്യോ യാത്രയിൽ ഞാൻ കൂടുതലും കാണുന്നത് ഈ മിണ്ടാപ്രാണികളെയാണ്. ഒരു കണക്കിന് വിഷമം തോന്നുമെങ്കിലും പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് ഇവരെ കൊണ്ടാണ്. യാക്ക്, കുതിര, കഴുതകൾ, ഇതാണ് പർവ്വത ഗ്രാമത്തിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമെന്ന് പറയുന്നത്. 50 കിലോ മുതൽ 60 കിലോ മുകളിൽ വരെ ഭാരം യാക്കിന് പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട്. കാണുമ്പോൾ ഒരു വിഷമമാണ്, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കും ജീവിക്കണം. ദൂരേന്ന് കൈതപ്പുറത്ത് കൊണ്ടുവന്ന സാധനം തൂക്കി വെക്കുന്ന കേട്ടോ കാണുന്ന ഗ്രാമത്തിലേക്ക്. തക്കാളി ഒന്നും ഈ ഒരു ഹിമാലയ ഏരിയകളിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും കുതിരപ്പുറത്തും കൈതപ്പുറത്താണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. കിലോക്ക് നല്ല പൈസയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്കും എല്ലാം പൈസ കൂടുതൽ, ഫുഡിനായാലും. ചെറിയ കുഞ്ഞു വായനൊക്കെ. അജൂർ നമസ്തേ. तवेका नाम के हो? मेरो नाम नाउंगो शेर्पा. ओके. चित्रन. हाँ, मेरो का जगह केरला वाटा. हल्का वाले नेपाली बोल्न जान्नुहुन्छ? हल्का कभी ഓക്കെ ധന്യവാദ്. ഓക്കെ ബ്രദർ. ഇംഗ്ലീഷൊക്കെ അറിയാം കേട്ടോ, കാരണം ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണല്ലോ. ഉച്ചക്കത്തെയുള്ള ഭക്ഷണം തന്നിട്ടുണ്ട്. ദാൽ ബാത്താണ്, റായി സബ്ജി ഉണ്ടോ, ഇത് റായിയാണ്. പിന്നെ ചാവൽ, പിന്നെ എനിക്ക് ചിക്കൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൈസ എന്ന് വരുന്നത് 500 രൂപ നേപ്പാൾ പൈസയാണ്. ഒരു കണക്കിന് ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എത്ര ദൂരത്തു നിന്നാണ് കുതിരപ്പുറത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന ചാർജാണ് കേട്ടോ ഇവർ വാങ്ങുന്നത്. കൊള്ളപ്പലിശയല്ല, നല്ല ജനങ്ങളാണ്. പിന്നെ ഇവിടെ ഏത് സ്ഥലങ്ങളിലും വേറെ ഹോട്ടലുകൾ കിട്ടത്തില്ല, കിലോമീറ്റർ കണക്ക് നടക്കണം. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് അടുത്ത യാത്രകൾ തുടങ്ങാം. ഗാവ് കാ നാം ക്യാ ഹൈ? ചൊമ്മ. സുഹൃത്തുക്കളെ, ചുമ്മ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത്. ഇവരെനിക്ക് ചായ തന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കലർത്തിയിട്ടുള്ള ചായയാണ്. ഇവിടെ കുറേ അമ്മമാരിരിക്കുന്നുണ്ട് കേട്ടോ. ഒരാളും ക്യാമറ നോക്കി സംസാരിക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണ്, എന്താ അറിയത്തില്ല. ക്യാമറ തേക്കിനൊക്കെ ഡറേ. ഒരാളും സംസാരിക്കില്ല കേട്ടോ, എല്ലാവരും പോവാണ്. ഞാൻ नहीं है, विदेश जाने नहीं है. आपका दोस्त कंट्री इंडिया, भारत में जाने है. എന്താല്ലേ, ഇന്ത്യക്കാരൊക്കെ ഇവർ കാണുന്നത് വിദേശികളായിട്ടാണ്. കാരണം അമ്മമാർക്ക് അറിയത്തില്ലല്ലോ കേരളം എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഈ കേരളക്ക ഭാഷ മലയാളം ഭാഷ. अच्छा ठीक है. क्या शेल रोटी खाना है? अच्छा शेल रोटी. अच्छा अजूर का नाम क्या है? पूर्णिमा शेर्पा. अच्छा शेर्पा है, बहुत हिमालय का राजा. खाना खाओ, आराम से खाओ. പാവരി എന്താണ് അമ്മയാണ് കേട്ടോ. എന്ത് രസമാണല്ലോ ഇവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടി. ഹലോ നമസ്തേ. ഇവിടുത്തെ ഒരു അമ്മയാണ് കേട്ടോ, ആരോഗ്യം കണ്ടു ഇവിടുത്തെ ജനങ്ങളുടെ. ഹിമാലയത്തിലെ ഷേർപ്പമാരാണ് കേട്ടോ. ഹായ്. പാവ അമ്മ കേട്ടോ. നമ്മളൊക്കെ വലിയ ആൾക്കാരെ പോലെയായിട്ട് ഇവർ കാണുന്നത്. എന്തായാലും സന്തോഷം കണ്ടപ്പോൾ. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ഞാൻ എത്തിയൊരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. അതായത് വടക്ക് കിഴക്കൻ നേപ്പാളിലെ കോശി പ്രൊവിൻസിലെ സോളുഗുംബു ജില്ലയിലെ കുംബു പസാങ് ലാമു റൂറൽ മുനിസിപ്പാലിറ്റിയിലെ
ഒരു ചെറിയ പട്ടണമായ ലുക്ല എന്നൊരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 2860 മീറ്ററിലാണ് ലുക്ല എന്ന ഹിമാലയത്തിലെ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വിചാരിച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നവർക്കും അതിനടുത്തുള്ള പലതരം ഹിമാലയാസ് ഉണ്ട്. അത് ക്ലൈംബ് ചെയ്യുന്നവർക്കും ബേസ് ക്യാമ്പ് പോകുന്നവരും കൂടാതെ തന്നെ ഹിമാലയത്തിലെ താഴ്വരകൾ സന്ദർശിക്കുന്നവർക്കും എത്തിച്ചേരേണ്ട ഒരു ജനപ്രിയ പട്ടണം കൂടിയാണ് ലുക്ല എന്ന് പറയുന്നത്. കാഠ്മണ്ഡുവിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് വഴി ഇവിടെ വരാം കേട്ടോ. ഹെലികോപ്റ്ററും ഫ്ലൈറ്റ് വഴിയും ഇവിടെ വരാം. ലോകത്തിലെ അപകടം പിടിച്ച ഒരു എയർപോർട്ടിൽ ഒന്നായ ലുക്ല എയർപോർട്ടും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ലുക്ല എയർപോർട്ട് തൊട്ട് ബാക്കിലാണ്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. ദൂരെ നിന്നും ഷൂട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിനിവിടെ പെർമിഷൻ ഇല്ല കേട്ടോ. പോലീസിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ആർമീൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു. ഈ കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ്. ഉരുളക്കിഴങ്ങ്, റായി, പാലാക്ക്, പലതരത്തിലുള്ള പരിപ്പുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അരിയും കാര്യങ്ങളൊക്കെ വരുന്നത് കാഠ്മണ്ഡുവിൽ നിന്നാണ്. കാഠ്മണ്ഡുവിൽ നിന്നും എയർ മാർഗം വരുന്നത് കൊണ്ട് തന്നെ ധാരാളം ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. USD ചാർജാണ് ഇവിടെ ഫുഡിനും താമസത്തിനൊക്കെ ഈടാക്കുന്നത്. ഇവിടുന്ന് നാംചെ എന്ന് പറയുന്ന ഹിമാലയത്തിലെ മറ്റൊരു പട്ടണത്തിൽ ഏകദേശം മെല്ലനെ പോകാനാണെങ്കിൽ 2 ദിവസം ട്രെക്ക് ചെയ്ത് പോകണം എന്നാട്ടോ പറയുന്നത്. അതായത് ആൾക്കാർ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ എക്സ്പോർട്ടിങ് ചാർജാണ് കേട്ടോ ഇവിടെ ഈടാക്കുന്നത്. കൊള്ളപ്പലിശ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പട്ടണത്തിലൂടെ നടന്നു വരാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടോ? ഇതാണ് ലുക്ല എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിലെ മെയിൻ ബജാറാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി എന്ത് രസമാണെന്ന് അറിയോ? അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതായത് ഈ ഒരു ഗ്ലൗ കണ്ടോ, ഇത് കാഠ്മണ്ഡുവിൽ 200 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്ലൗവിൻ്റെ പൈസ ഇവിടെ 2000 രൂപ കേട്ടോ. ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ബൈ ഫ്ലൈറ്റ് മാർഗവും പിന്നെ ഒന്ന് താഴെ ഒരു ഗ്രാമം വരെ ജീപ്പ് കിട്ടും. ഏകദേശം കാഠ്മണ്ഡുവിൽ നിന്ന് സല്ലേരി പറഞ്ഞ സ്ഥലത്തേക്ക് ജീപ്പ് കിട്ടും. പിന്നെ അവിടുന്ന് കുതിരപ്പുറത്തും കൈതപ്പുറത്തുമാണ് സാധനങ്ങൾ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അരിയൊക്കെ വരുന്നത് കാഠ്മണ്ഡുവിൽ നിന്ന് കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഡബിൾ ചാർജാണ് സഞ്ചാരികളെടുത്ത് ഇവർ വാങ്ങുന്നത്. ഇവിടുത്തെ ആൾക്കാർ, അതായത് സഞ്ചാരികളുടെ കൂടെ ഗൈഡുമായിട്ട് വന്ന് അവർക്ക് നോർമൽ പൈസയും കൂടാതെ കസ്റ്റമറിന് ഒരു ഡിഫറെൻറ്റ് പൈസയുണ്ട് കേട്ടോ. ഫോറിനേഴ്സിൻ്റെ അടുത്ത് ഇവർ ഈടാക്കുന്നത് ഡിഫറെൻറ്റ് ചാർജും ഇന്ത്യക്കാരുടെ അടുത്ത് ഇവർ ഈടാക്കുന്ന ഡിഫറെൻറ്റ് ചാർജും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ്, കുറേ കുട്ടികളെ കീഴിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു ലക്ഷറി ഹോട്ടലാണ്, ഹൈക്കർ എന്ന് പറയും കേട്ടോ. ഇവിടെ നമുക്ക് ഹോട്ടൽ താമസിക്കണമെങ്കിൽ ഏകദേശം 1500 മുതൽ 3000 രൂപ വരെയാണ് ചാർജ് വരുന്നത്. ഇപ്പം ഓഫ് സീസണിൽ പോലും ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഈ മൊത്തം നടന്ന് കറങ്ങി കണ്ടിട്ട് എനിക്ക് നേരെ പോകേണ്ടത് നാംചെ എന്ന് പറയുന്ന ഹിമാലയത്തിലൊരു പട്ടണത്തിലേക്കാണ്. ഹായ്, നമസ്തേ. ഹായ് ബ്രദർ. Where are you from? Australia. Yeah. Okay, just hi. Hey. Okay, where are you going? We've just been to Namche Bazaar. Oh, Come back. Okay, I'm also planning Namche. Day after tomorrow. Okay, enjoy your journey. അപ്പോൾ നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു രസമാണ് കേട്ടോ. ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് ഇവിടെ പിടിച്ചേക്കാൻ പറ്റുമോ ചോദിച്ചാൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ടെൻ്റ് അടിക്കാൻ പോലൊരു സ്ഥലം ഇവിടെ കിട്ടുന്നില്ല എന്നതാണ് സത്യം. ലുക്ല എന്ന ഈ ഒരു ചെറിയ ഹിമാലയ പട്ടണത്തിലെ ബുദ്ധ മൊണാസ്ട്രിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ അമ്പലമാണ് നിങ്ങൾ കാണുന്നത്. ലാമ, ഷേർപ്പ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ അമ്പലമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അകത്ത് കയറി വീഡിയോസ് എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല. അതുമാത്രമല്ല എയർപോർട്ടിൻ്റെ അകത്ത് പോലും ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ തരുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ അലൗഡ് അല്ല. ചൈനയിൽ നിന്നും വരുന്ന സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ധാരാളം തുണികൾ ബൾക്കായിട്ട് ഇവർ എടുക്കും കേട്ടോ. എന്നിട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ലുക്ലയിലെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. സറൗണ്ടിങ് മൊത്തം ഹിമാലയാസാണ്. വിമാനം വരുന്നുണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ വിമാനം നല്ലതുപോലെ ഇവിടെ വരുന്നുണ്ട്. കാരണം ഫോറിൻ സഞ്ചാരികളാണ് ഇവിടെ അധികം വരുന്നത് കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടില്ല, ദൂരത്ത് നിന്ന് എടുക്കണം. ചെറിയൊരു മാർക്കറ്റ് ഉണ്ടോ. ജാക്കറ്റൊക്കെയാണ് കേട്ടോ ഇവർ സെയിൽ ചെയ്യുന്നത്. കാഠ്മണ്ഡു എന്നുണ്ടോ. കാഠ്മണ്ഡു എന്നൊക്കെ വരുന്നത് ഇവിടുത്തെ ഐറ്റംസ് കേട്ടോ. കാഠ്മണ്ഡു എന്നൊക്കെ എഴുതി വരുന്നത് ഇവിടുത്തെ ഐറ്റംസാണ്. ചെറിയ കടകളും ഷൂ ഒക്കെ ബൾക്കായിട്ട് എടുക്കും കേട്ടോ ഇവർ. പിന്നെ ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയ അല്ലെങ്കിൽ ക്യാപിറ്റലായ ഡൽഹിയിൽ നിന്ന് വരെ ഇവർ സാധനങ്ങൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസൊക്കെ ധാരാളം വരുന്നുണ്ടെന്ന് പറയാം. കാരണം ഒറിജിനലൊക്കെ ഇവിടെ വാങ്ങാനാണെങ്കിൽ ഭയങ്കര പൈസയാട്ടോ. ഇത് മൊത്തം കോപ്പി ഐറ്റംസാണ്, ഒന്നും ഒറിജിനലല്ല. ഇവിടുത്തെ കടക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു ഒറിജിനലൊന്നും ഇവിടെ ആരും വാങ്ങത്തില്ല, ഗ്രാമവാസികളൊന്നും. സഞ്ചാരികൾ വരുമ്പോൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിയിട്ട് പോകും. അങ്ങനെയുള്ള കച്ചവടമാണ് കേട്ടോ ഈ കാണുന്നത്. പൈസയുണ്ട്. 1000 മുതൽ 1500, 2000, 3000 ഒക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത്. ഒറിജിനൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, കോപ്പിയാണ്.
കളം മുഴുവൻ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എത്ര മനോഹരമാണ്. ഒരു ഹിമാലയ താഴ്വരയിൽ വരെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾ, കൃഷി, ഹോട്ടൽ വ്യവസായം, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗ്ഗം ജനങ്ങളുടെ. എന്ത് രസമാണല്ലോ ഈ കാഴ്ച കാണാൻ വേണ്ടി. യാക്കിൻ്റെ ഇനത്തിൽപ്പെടുന്ന ഒരു കന്നുകാലി വർഗ്ഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്ന. യാക്കിൻ്റെ ഇനത്തിൽപ്പെടുന്നതാണ്. അതാണ് തടിച്ച ഒരു ആ സൈസിൽ കാണുന്നത്. എന്ത് രസമാണല്ലോ ഈ ദൂരത്തുനിന്ന് ഇത്രയും വലിയൊരു ഹിമാലയ താഴ്വരയിൽ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. പ്രകൃതി എത്രമാത്രം ഇവിടുത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നതെന്നറിയോ. ഇവിടെ നിന്നും ഒരു കുഞ്ഞു വാവനെ കിട്ടിയിട്ടുണ്ട്. ഹായ്. हाय നമസ്തേ. नमस्ते अजर का नाम नवांग चिरिंग नवांग चिरिंग. अच्छा कस्तून सा. ठीक था ठीक है बाय. बाय ഒരു നല്ല കുഞ്ഞു മോൻ കേട്ടോ. എത്രയോ ദൂരത്തു നിന്നും സാധനങ്ങൾ എടുത്തിട്ട് വരുന്ന ഇവിടുത്തെ ഗൈഡുമാരാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കഠിനാധ്വാനികളാണ് ഇവിടുത്തെ ജനങ്ങൾ. ദയവ് ഇവർ സമ്മതിക്കണം കേട്ടോ. കല്ല് വരെയാണ് കേട്ടോ, പാറക്കല്ല് വരെയാണ് ഇവർ കടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ കാണാൻ സാധിക്കും ക്യാമറേൻ്റെ ഫ്രെയിമിൽ. ഇവിടുത്തെ താഴ്ന്ന ഭാഗത്തുള്ള വീടുകളാണ്. താഴ്ന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ടൗണാണ്. ടൗണിൽ നിന്ന് താഴോട്ട് വന്നപ്പോൾ കേട്ടോ ട്രക്ക് ചെയ്ത് മേലോട്ട് കയറുന്നൊരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മണ്ണിൽ നിന്ന് വിളവെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങ്, കുഞ്ഞൻ ഉരുളക്കിഴങ്ങാണ് കണ്ടോ. കാണുന്നുണ്ടോ? ഇതാണ് ഉരുളക്കിഴങ്ങ്. ഇതുകൊണ്ട് ഇവിടെ ചാക്കുന്നവരെടുക്കുന്നുണ്ട്. ഒരു അമ്മ ഇവിടുന്ന് ചാക്കുന്നെടുക്കുന്നേ കാണുന്നത്. ഇന്ന് കൊണ്ടുവന്നേ കേട്ടോ. ഇന്ന് ഇവരുടെ കൃഷിയിടത്ത് നിന്ന് കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങാണിത്. ഉരുളക്കിഴങ്ങ് വാങ്ങാൻ വന്നവരാ തോന്നുന്നു. എത്ര കിലോ ഭാരം എടുത്തിട്ടാണ് അറിയോ ഇവർ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. സമ്മതിക്കണം കേട്ടോ. ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. പാവം. വെറുതെ അല്ല കേട്ടോ ഇവരെ ഷെർപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. അത്രമാത്രം ഭാരം ചുമന്ന് മല കയറുന്നൊരു ജനതയാണ്. സുഹൃത്തുക്കളെ, രാവിലെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഗുഡ് മോർണിംഗ്. ലുക്ല എന്ന പട്ടണത്തിൽ, ഹിമാലയത്തിലെ പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന റൂമാണ്. കസ്റ്റമറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ റൂം എനിക്ക് നേപ്പാൾ പൈസ 700 രൂപയ്ക്ക് കിട്ടിയത്. പക്ഷേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ 1000 രൂപ നേപ്പാൾ പൈസ കൊടുക്കണം കേട്ടോ. ഒരു മുട്ടക്ക് വരെ 300 രൂപയാണ് ഇവിടെ വരുന്നത്. അതൊക്കെ വിടും. ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം പൈസ കൂടുതലാണ്. ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോൾ വന്ന് പറയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, 1000 രൂപയാണ് ചോദിക്കുന്നത്. ഞാൻ ഓക്കെ ശരി, വളരെ സന്തോഷം. ഞാൻ ഒരു ചായയും ഒരു മുട്ടയാണ് പറഞ്ഞത്. അതാകുമ്പോൾ എനിക്ക് 400 രൂപക്കുള്ള ഒതുക്കാൻ സാധിക്കും. നമ്മൾ ഓംലേറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും കഴിക്കണമെങ്കിൽ 1000-1500 രൂപ മുതലാണ് വരുന്നത്. ഇന്നെന്താണ് സ്നോ വീണ് കിടപ്പുണ്ട് താഴെ മൊത്തം. ഇന്ന് താഴെ മൊത്തം സ്നോ വീണ് കിടക്കുന്നുണ്ട്. അതായത് എക്സ്ട്രീം തണുപ്പിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് 2 ദിവസം ക്ലൈംബ് ചെയ്ത് നാംചി എന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് കൊണ്ടുവരിക. വീഡിയോ 2 പാർട്ടാവുകയാണെങ്കിൽ നമുക്ക് വേർത്തുന്ന സെപ്പറേറ്റ് ഒന്ന് ആക്കാം കേട്ടോ. കാരണം ഒന്ന് നല്ല തണുപ്പിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ലോങ് ആവുകയാണെങ്കിൽ ബോറാവും. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് വരെ ഒരു കണ്ടൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് അടുത്ത കണ്ടൻറ്റ് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര തുടങ്ങാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. സുഹൃത്തുക്കളെ, ലുക്ല എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 മണിക്കൂറോളം നടന്നിട്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ചക്കുളുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കണ്ടോ എവറസ്റ്റ് ഫ്രൂട്ട് ഗുഡ് ലക്ക് എന്ന് എഴുതിയൊരു ബോർഡുണ്ട്. അതിൻ്റെ താഴെ എന്താ കുമ്പളങ്ങയോ
എന്താണ് നമ്മളെ കദ്ദു എന്നായിട്ടും പറയും കേട്ടോ. ഇവർ കദ്ദൂന് കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഒരു ഡിസൈനായിട്ട്. ഇത് ഇവിടെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് കേട്ടോ. സുലഭമായി കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്, ഇവർ കൃഷി ചെയ്തെടുക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല, കാരണം ലുക്ലയിൽ ഒരു നേരത്തെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു 1200 രൂപയാണ്. ഇവിടെ എത്തിയപ്പോൾ ആരുമില്ല കേട്ടോ. ഇവിടെയുള്ള ഹോട്ടലുകാരൊക്കെ അടച്ചടച്ച് താഴോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ നാംചി എന്ന വലിയൊരു പട്ടണമുണ്ട് ഹിമാലയത്തിലെ. അവിടെ പിന്നെയും ഫെസിലിറ്റി കിട്ടും, അതായത് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. എല്ലാവരും പോവുകയാണ് കേട്ടോ, കാരണം കസ്റ്റമർ ഇല്ല, ഓഫ് സീസണാണ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് പറഞ്ഞു 300 രൂപയ്ക്ക് ഇത്രയും ദൂരത്ത് നിന്ന് വന്നല്ലേ, എനിക്ക് രാവിലത്തെ ഭക്ഷണം തരാം, അതും ചോറും കറിയുമാണ്. അപ്പോൾ അത് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് ഏകദേശം വൈകുന്നേരം വരെ നടന്നാൽ മോംജോ എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തുന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചത് എത്ര മനോഹരമാണെന്നറിയാം. ഇവിടുത്തെ ഓരോരോ ഗ്രാമങ്ങളും യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായ ഓർമ്മകളാണ് തരുന്നത് കേട്ടോ ഈ ഒരു യാത്രകൾ. ലൂക്കള എന്ന സ്ഥലത്തു നിന്നും 7 മണിക്കൂർ നടന്നിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മോഞ്ചോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതായത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയല്ല, ഏകദേശം 1 മാസത്തോളം എടുത്തേക്കാം. എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോകാനാണെങ്കിൽ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ, 1 മാസം വരെ എടുത്തേക്കാം കേട്ടോ. കാരണം സ്ലോയിലി ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്. ഇവിടെ താമസം കിട്ടി കേട്ടോ. താമസത്തിന് ഇവിടെ പൈസ കുറവാണ്. ഇവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരെ ഉറങ്ങാൻ പോവാണ് വന്നിട്ട്, കാരണം തീരെ വയ്യ. എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, കാരണം വലിയൊരു ഹിമാലയത്തിലെ യാത്ര തിരഞ്ഞെടുത്തിരിക്കുന്ന ഡിസംബറിലാണ്. നാളെ രാവിലെ എണീച്ചിട്ട് ഈ ഒരു സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് നാംചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം, എല്ലാവരും തുടർന്ന് കാണുക കേട്ടോ. രാവിലെ റൂമിൽ നിന്ന് എണീച്ച് താഴോട്ട് വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കുവാണ്. ഇതാണ് രാവിലെ തന്ന ഫുഡ് കേട്ടോ, ഓട്സ് ആണ്, പാലും ഓട്സുമാണ് തന്നിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഹോട്ടലിൻ്റെ അകംഭാഗം. ഇവിടെ ഒരു ഏച്ചി ഉണ്ട്, നല്ല ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. താമസം എനിക്കുന്നതിൽ ഇവർ 400 രൂപ തന്നു, അതാണ് ഏറ്റവും ഒരു ഭാഗ്യം. പക്ഷേ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് രാവിലെ 500 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പൈസേൻ്റെ ഭക്ഷണമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, രാവിലെ നാംചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നടക്കേണ്ടത്. നല്ല തണുപ്പാണ് കേട്ടോ, കസ്റ്റമറൊക്കെ വളരെ കുറവാണ് ഇവർക്കിപ്പോൾ. ഇതാണ് മോഞ്ചോ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം. ഇവിടെ താമസിക്കുന്നത് മൊത്തം കച്ചവടക്കാരാണ്. ഏകദേശം ഹോട്ടലുകളൊക്കെ ഇവിടെ ക്ലോസ് ചെയ്ത് പോയി. ഇന്നലെ തുറന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഹോട്ടലായതുകൊണ്ടാണ് ഇവിടെ താമസിച്ചത്. പക്ഷേ കസ്റ്റമർ ഉണ്ടായിട്ട് പോലും എനിക്ക് 400 രൂപയ്ക്ക് അവർ റൂം വന്നു കേട്ടോ. ഇവിടെയൊക്കെ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് കണ്ടോ, പക്ഷെ എല്ലാം അടച്ചു പോയി കേട്ടോ. താമസം കിട്ടുന്നില്ല, കാരണം ഓഫ് സീസണാണ്. ഈ പ്രാവശ്യം മഞ്ഞ് വീഴ്ച കുറഞ്ഞു എന്തായാലും, കാരണം ഗ്ലോബൽ വാർമിങ്ങിന് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും മഞ്ഞില്ലാത്ത. കഴിഞ്ഞ വർഷം ഇവിടെ മൊത്തം മഞ്ഞാണെന്ന് പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ. പക്ഷേ തണുപ്പിനൊരു കുറവില്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നാംചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. താഴെ കണ്ടോ കഴുതകളൊക്കെ വരുന്ന സാധനം കൊണ്ട്. നാംചി വലിയൊരു പട്ടണമാണ് കേട്ടോ ഹിമാലയത്തിലെ, അത് പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. ലൂക്കള കഴിഞ്ഞാൽ പിന്നെ നാംചിയാണ് വലിയൊരു ഏരിയ ആയിട്ട് വരുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും 3500 രൂപ പോയി കേട്ടോ. സാധാരണ സാർക്ക് കൺട്രിക്ക് 1500 രൂപയാണ് എൻട്രി ഫീസ് വേണ്ടത്. ഇതാണ് എൻട്രി ഫീസ് കണ്ടോ. ഞാൻ നേപ്പാളിലെ ഷെയ്പോക്സൻഡോ നാഷണൽ പാർക്ക്, റാറ നാഷണൽ പാർക്ക്, ചിത്വാൻ നാഷണൽ പാർക്കൊക്കെ പോയപ്പോൾ എനിക്കൊരു ടിക്കറ്റേ വേണ്ടി വന്നിരുന്നുള്ളൂ. പക്ഷേ നമ്മളെ സാഗർമാത നാഷണൽ പാർക്ക് എൻട്രി ചെയ്യുമ്പോൾ 2 പെർമിഷൻ ഉണ്ട് കണ്ടോ. ഇത് ഇവിടുത്തെ 2000 രൂപേൻ്റെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പെർമിഷൻ നമുക്കിവിടെ അലോഡാണ് കേട്ടോ. ഇത് വേണം നിർബന്ധമായിട്ട്. ഞാൻ പറഞ്ഞു ഇത്രയും സ്ഥലങ്ങൾ പോയതല്ലേ, ഒഴിവാക്കാൻ സാധിക്കുമോ? പക്ഷെ ഒഴിവാക്കി തന്നില്ല കേട്ടോ. കസ്റ്റമർ കുറവാണെങ്കിൽ പോലും സാർക്ക് കൺട്രിക്കാരനായാലും വിദേശികളായാലും ഈ നിയമം ഇവിടെ പാലിക്കണം. 3500 രൂപ പോയതിൽ വളരെ വിഷമം തോന്നുന്നു കേട്ടോ. ടിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഒരു ഓഫ് സീസണിൽ അവർക്കിത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഞാൻ ഇത്രയും 8 മാസമായി ഇവരുടെ രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്നില്ലേ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വലിയ പോപ്പുലറായൊരു സ്ഥലം വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ പറയുന്നത് പൈസയാണ്. പക്ഷേ ഈ ഒരു ടിക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിനാണ് കേട്ടോ 2000 രൂപ വേണ്ടത്. എന്തായാലും സാറിലെ യാത്രകൾ തുടരാം. 3 ദിവസം ഭക്ഷണം കഴിക്കേണ്ട പൈസയാണ് ഒരു ദിവസം കൊണ്ട് പോയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വരാറുണ്ട് കേട്ടോ.
സുഹൃത്തുക്കളെ, ഒരുപാട് ദിവസത്തെ നടത്തത്തിന് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് വടക്ക് കിഴക്കൻ നേപ്പാളിലെ കോശി പ്രവേശയിലെ സോളുകുംബു ജില്ലയിലെ കുംബു പസാൻ റൂറൽ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന നാംചെ എന്നൊരു പട്ടണത്തിലാണ്. നാംചെ ബസാർ എന്ന് പറയും. ഗൂഗിൾ സെർച്ച് ചെയ്ത നാംചെ ബസാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും 3440 മീറ്ററിലാണ് നാംചെ ബസാർ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിലുള്ള ഒരു പട്ടണമാണ്. ലൂക്ല കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഒരു പട്ടണമാണ് നാംചെ ബസാർ എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിലെ ചാർജാണ്. USD ചാർജാണ്. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നമ്മൾ തുണി തരങ്ങൾക്കും ഒക്കെ എടുക്കുന്നത് USD ചാർജാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫോറിനേഴ്സ് വരുന്നത് കൊണ്ടും താഴെ നിന്നും നടന്നും കഴുതപ്പുറത്തുമാണ് സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. വേറൊരു ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഇല്ല. അതൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ മനോഹരമായ ഹിമാലയത്തിലെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അതിലെടുത്തു പറയേണ്ട ഒരു ഹിമാലയമാണ് കോങ്ഡെ എന്ന് പറഞ്ഞൊരു ഹിമാലയം. നാംചെ ബസാറിന് തൊട്ട് മുകളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് കേട്ടോ. അത് നമുക്ക് കാണാൻ സാധിക്കും. നല്ലതുപോലെ നടന്ന് തളർന്നു ഞാനങ്ങനെ ഈ പട്ടണത്തിലെത്തി. വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. എത്രയോ വലിയൊരു ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നു. അവിടെ ലക്ഷറി ഹോട്ടൽസാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹോട്ടൽസാണോ വേണ്ടത്, 500 രൂപ മുതൽ 4000, 5000, 10,000 രൂപ വരെയുള്ള ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഞാൻ ഓഫ് സീസൺ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വിചാരിച്ചാൽ, എനിക്കൊരിക്കലും ഈ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ഒരു ബഡ്ജറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വരെ ഇവിടെ 1100 രൂപയാണ് ദാൽ ചാവലിന് ഈടാക്കുന്നത്. ചായക്ക് 300 രൂപ. അത്രമാത്രം പൈസയാണ് കേട്ടോ. നമുക്കൊരു ബഡ്ജറ്റ് യാത്ര തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി ഒക്കെ ആയിരിക്കും കേട്ടോ. കാരണം ഈ സമയത്തായിരിക്കും ഇവിടെ സഞ്ചാരികളില്ലാത്തത്. കൂടാതെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഷൂ, പാൻറ്റ്, ട്രെക്കിംഗ് ഐറ്റംസ്, ട്രെക്കിംഗ് ഗിയേഴ്സ് ഒക്കെ റെൻറ്റിന് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. വാടകയ്ക്ക് കിട്ടും. അതിലൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു ഒറിജിനൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി പൈസയ്ക്ക് സാധനങ്ങൾ എടുത്ത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നാംചെ ബസാറിൻ്റെ കൂടുതൽ കാഴ്ചകൾ നടന്നുകൊണ്ട് കാണാം. സുഹൃത്തുക്കളെ, നാംചെ ബസാറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയമാണ് താം സേർക്കു എന്ന് പറയുന്നത്. താം സേർക്കു. ഇവിടുത്തെ ഹിമാലയത്തിൻ്റെ പേരുകൾ പഠിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. ടിബറ്റൻ ഭാഷകളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇവിടുത്തെ ഹിമാലയത്തിൻ്റെ പേരുകൾ എന്ന് പറയുന്നത്. താഴ്വരകളിൽ മൊത്തം വലിയൊരു പട്ടണം. മുകളിൽ നോക്കിയ ഹിമാലയത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച. 6600 മീറ്ററിലാണ് താം സേർക്കു പറഞ്ഞ ആ ഒരു പീക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്ത് തന്നെയാലും വളരെ സന്തോഷം കേട്ടോ. നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടുത്തെ ഹിമാലയവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവിടുത്തെ സ്ഥലങ്ങളുടെ ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണെന്ന് അറിഞ്ഞെടുക്കാൻ പറ്റുന്നത് ജീവിതത്തിലൊരു ഭാഗ്യമാണ്. സുഹൃത്തുക്കളെ, ലാൻഡ് ഓഫ് ഹിമാലയാസ്. ഇവിടെ നിൽക്കുമ്പം ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ചുണ്ടൊക്കെ എത്ര പെട്ടെന്ന് ഡ്രൈ ആയി പോയെന്നറിയോ. ഞാൻ ഈ വെയിൽ കണ്ടുകൊണ്ട് നമ്മൾ ലിപ് ബാം എടുക്കാണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ ചുണ്ടൊക്കെ നല്ല പോലെ എന്താണ് ഡ്രൈ ആയിപ്പോയി. ഏതൊക്കെയോ ഹിമാലയം ഉണ്ട് കേട്ടോ. ഏതാണെന്ന് അറിയുന്നില്ല. മഞ്ഞ് വീഴ്ച എന്താണ് കുറഞ്ഞു പോയി കേട്ടോ ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. എന്താ അറിയില്ല. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. ഇതൊക്കെ നമ്മളെ ഭൂമിയിലെ പ്രതിഭാസങ്ങളാണെന്ന് പറയുമ്പോഴാണ് മനസ്സിന് വരെ ഒരു കുളിർമ തോന്നുന്നത്. സുഹൃത്തുക്കളെ, പർവ്വതങ്ങളുടെ രാജാക്കന്മാരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ച. മൗണ്ട് എവറസ്റ്റിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചുതരാം. അങ്ങ് ദൂരെ കാണുന്ന കൊടുമുടി കണ്ടോ, അതാണ് മൗണ്ട് എവറസ്റ്റ്. എൻ്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു പീക്കാണ് മൗണ്ട് തമ്പോച്ച എന്ന് പറയുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അമാദബലം കൊടുമുടിയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ. എത്ര മനോഹരമായിരിക്കുന്നു. 6800 മീറ്ററിലാണ് അമാദബലം സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ്, തമ്പൂച്ച
എന്തൊക്കെ പേരുകളാണല്ലേ. സുഹൃത്തുക്കളെ, 9 ദിവസം സല്ലേരി എന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും കാൽനടയായി സഞ്ചരിച്ചാണ് ഞാൻ ഈ ഒരു ഹിമാലയ റീജിയനിൽ എത്തിയിരിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഞാൻ നോട്ട്ബുക്കിൻ്റെ ചട്ടയിലും സിനിമകളിലൊക്കെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് നടന്നാൽ ഓരോ കാഴ്ചകളും നമ്മളെ തേടി വരും കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സന്തോഷിക്കുകയാണ്. പുതിയൊരു വർഷം വരികയാണ് കേട്ടോ. പുതിയൊരു വർഷം വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയ കൊടുമുടിയുടെ ഒരു നാട്ടിലാണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റിൻ്റെ നാട്ടിൽ. സാഗർ മാത എന്നാണ് മൗണ്ട് എവറസ്റ്റിനെ നേപ്പാളിൽ പറയുന്നത്. ഷേർപ്പകളുടെ ഭാഷയിൽ ചോംലോങ്മ എന്നും. എന്ത് തന്നെയായാലും യാത്രകൾ തുടരുകയാണ്. ഇവിടുന്ന് 7 ദിവസം കൂടി നടന്നാലാണ് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തുക. അവിടെ എത്തിപ്പെടുക പോലും എനിക്കറിയില്ല, കാരണം ജനുവരി മാസമാണ് വരുന്നത്. ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ -15 വരെ വരുന്നു. മൗണ്ട് എവറസ്റ്റിന്റെ ഒരു വലിയൊരു കാഴ്ച ഇത്രയും ദൂരത്ത് നിന്ന് കാണാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയമാണ് കേട്ടോ. അതിൻ്റെ ഒരു ബേസ് ക്യാമ്പിൽ കൂടി എത്തിയാൽ ഈ ഒരു യാത്ര പൂർണ്ണമാകും. ഇവിടുന്ന് എനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റുമോ അറിയില്ല, കാരണം ആൾക്കാരും സ്ഥലങ്ങളൊക്കെ ഇവിടെ മനോഹരമാണ്. പക്ഷേ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ റൂമിനായാലും ഭക്ഷണത്തിനായാലും ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര മുമ്പോട്ട് പോകും. ഏകദേശം 7 ദിവസത്തോളം വരും. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റുള്ള കാഴ്ചകൾ പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് കാണാം കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് സന്തോഷം. അങ്ങനെ വലിയൊരു കൊടുമുടികളുടെ കാഴ്ച ഇത്രയും ദൂരത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിച്ചല്ലോ. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം കേട്ടോ. ബൈ.